ഹലോ ഗൈസ്, ഡേ 25 ആണ്. ഇന്നൊരു ഔട്ട്ഡോർ സെക്ഷൻ ആയാലെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പോയത് പള്ളിക്കമണ്ണടി കടവിലേക്കാണ്. വാപ്പു സ്ട്രെച്ചിങ് കഴിഞ്ഞ ശേഷം നേരെ ചെയ്തത് കളരിയിലെ നേരിയാലാണ്. നേരിയാൽ കുറച്ച് നേരം ചെയ്തതിന് ശേഷം നേരെ പോയത് ടക്ക് ജംപ് ടു ദണ്ടിലേക്കാണ്. അത് 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. തിരിഞ്ഞാട്ടം ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിചാരിച്ചു തിരിഞ്ഞാട്ടം കുറച്ച് നേരം ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ 20 കൗണ്ട് തിരിഞ്ഞാട്ടം ചെയ്ത് നോക്കി. അതിനുശേഷം നേരെ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഹാൻഡ് സ്റ്റാൻഡ് കുറച്ചും ചെയ്ത് നോക്കിയിട്ട് ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ പുഷപ്പിൻ്റെ കൂടെ ആയിരുന്നു ആദ്യമേ ചെയ്തത് നക്കിൾ പുഷപ്പ് ആയിരുന്നു. നക്കിൾ പുഷപ്പ് നമ്മൾ റിസ്റ്റിൻ്റെയും ഫോറാമിൻ്റെ ഒക്കെ സ്ട്രെങ്ത് കൂടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് മൊത്തം 30 കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് ക്ലാപ്പ് പുഷപ്പിലേക്കായിരുന്നു. ക്ലാപ്പ് പുഷപ്പ് ചെയ്തത് അവിടെ തടി ഉണ്ടായിരുന്നു. തടിയുടെ മുകളിൽ കാല് വെച്ചിട്ടായിരുന്നു ക്ലാപ്പ് പുഷപ്പ് ചെയ്തത്. ഇസ്ലാമിൻ്റെ കടുത്ത ആരാധന ആയതുകൊണ്ട് ഞാനൊരു കല്ല് തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ ഒത്തൊരു കല്ല് കിട്ടി. കല്ല് വെച്ചിട്ടുള്ള കുറച്ച് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റോൺ റേസസ് ആണ് ആദ്യമേ ചെയ്തത്. അതിനുശേഷം നേരെ പോയത് ഷോൾഡറിൻ്റെ വർക്കൗട്ടിലേക്കാണ്. 2 വർക്കൗട്ടും 15 കൗണ്ടിൻ്റെ 2 സെറ്റാണ് ചെയ്തത്. അടുത്ത വർക്കൗട്ട് സ്റ്റോൺ വെച്ചിട്ട് ഹെഡ് സർക്കിൾസ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ഹെഡ് സർക്കിൾസ് ചെയ്ത് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം സ്റ്റോൺ വെച്ചിട്ട് ലാസ്റ്റ് വർക്കൗട്ടായിരുന്നു സ്ക്വാട്ടും 20 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്തു. പിന്നെ അടുത്ത വർക്കൗട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു തെങ്ങിൻ്റെ തടി ഉണ്ടത്. ഒന്നും നോക്കിയില്ല, നേരെ അതിൻ്റെ മുകളിലോട്ട് ചാടി കയറി പിസ്റ്റൽ സ്ക്വാട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 കൗണ്ടിൻ്റെ 2 സെറ്റ് ചെയ്ത് സ്ക്വാട്ട് കംപ്ലീറ്റ് ചെയ്തു. ലെഗിൻ്റെ വർക്കൗട്ട് ഇമ്പ്രൂവ് ആവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല വർക്കൗട്ടുകളിൽ ഒന്നാണ് പിസ്റ്റൽ സ്ക്വാട്ട്. അതിനുശേഷം നേരെ പോയത് ഹെഡ് സ്റ്റാൻഡിലേക്കാണ്. പിന്നെ കുറച്ച് നേരം വള്ളക്കാരൻ കണ്ണാണ്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. രാഹുലായിരുന്നു എൻ്റെ കൂടെ ഒന്ന് വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ രാഹുൽ പറഞ്ഞു, അണ്ണാ എന്തെങ്കിലുമൊക്കെ പോസുകളൊന്ന് കാണിച്ചു നോക്കാൻ. അങ്ങനെ എനിക്ക് തോന്നിയ കുറേ പോസുകളൊക്കെ കുറച്ച് നേരം ട്രൈ ചെയ്തു. പിന്നീട് നേരെ പോയത് ദണ്ടിലേക്കാണ്. ആ സ്റ്റോൺ തറയിട്ടിട്ട് അതിൻ്റെ മുകളിലായിരുന്നു ദണ്ട് ചെയ്തത്. ദണ്ട് മെയിനായിട്ട് 20 കൗണ്ടിൻ്റെ 2 സെറ്റാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം നേരെ യോഗയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രയാങ്കിൾ പോസിൻ്റെ വേരിയേഷൻ ചെയ്തു. അതിൽ നിന്ന് നേരെ ഒരു യോഗ പോസിലേക്ക് പോയി. പിന്നീട് ഒരു 3-4 യോഗ പോസിലൊക്കെ ട്രൈ ചെയ്ത് ലാസ്റ്റ് സെക്ഷനായ അബ്ഡോമൻ സെക്ഷനിലേക്ക് കയറി. അങ്ങനെ പ്ലാങ്ക് 1 മിനിറ്റിൻ്റെ 2 സെറ്റ് ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.